ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു തോൽവി കൂടി ഏറ്റുവാങ്ങിയിരിക്കുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് FC ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ഗുവാറോച്ചനയാണ് അവർക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത്. 1 ഗോളും 1 അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മത്സരത്തിൽ മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ലായിരുന്നു. ഏതായാലും 5 മാറ്റങ്ങളായിരുന്നു സ്റ്റാർട്ടിംഗ് 11-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകർ നടത്തിയിരുന്നത്. സച്ചിൻ, ഹോർമി, ഫ്രെഡി, പെപ്ര, സന്ദീപ് എന്നിവർ ഇല്ലായിരുന്നു. പകരം കമൽജിത്ത്, ഡുഷാൻ ലഗാത്തോർ, വിപിൻ, അമാവിയ, ഐബൻ എന്നിവരൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഡുഷാൻ ലഗാത്തോർ ഒരു യെല്ലോ കാർഡ് വഴങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മത്സരത്തിന്റെ 26-ാമത്തെ മിനിറ്റിൽ ഗുവാറോച്ചനയുടെ ഒരു നിലം പറ്റിയുള്ള ഷോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കമൽജിത്ത് അത് കൈപ്പിടിയിൽ ഒതുക്കി. ഇനി 36-ാമത്തെ മിനിറ്റിലേക്ക് വരുമ്പോൾ ഡ്രാസിച്ചിന് ഒരു സുവർണാവസരം ലഭിച്ചിരുന്നു. പക്ഷെ കമൽജിത്ത് അത് സേവ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിലാണ് പിരിഞ്ഞത്. 2 ടീമുകളും അങ്ങനെ ഒരുപാട് ആക്രമണങ്ങൾ ഒന്നും തന്നെ ആദ്യ പകുതിയിൽ നടത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് പന്ത് കൈവശം വെച്ചുകൊണ്ടായിരുന്നു അവർ കളിച്ചിരുന്നത്. അവരുടെ പ്രതിരോധ നിര താരമായ സന്ദേശ് ജിങ്കൻ മികച്ച പ്രകടനമായിരുന്നു ആദ്യ പകുതിയിൽ നടത്തിയിരുന്നത്. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഗോവ ഗോൾ കണ്ടെത്തി. ഗോവൻ താരത്തിന്റെ ഷോട്ട് കമൽജിത്ത് തടഞ്ഞിട്ടുവെങ്കിലും റീബൗണ്ട് ലഭിച്ച ഗുവാറോച്ചന അത് ഗോളാക്കി മാറ്റുകയായിരുന്നു. ഇതോടുകൂടി ഗോവ ലീഡ് കരസ്ഥമാക്കി. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ അമാവിയക്ക് പരിക്ക് കാരണം പുറത്തു പോകേണ്ടി വന്നു. പകരം ഐമനാണ് വന്നത്. ഐമൻ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. 67-ാമത്തെ മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നു. അതായത് ബോക്സിനകത്ത് വെച്ചുകൊണ്ട് ഒരു ഗോവൻ താരത്തിന്റെ കൈകളിൽ ഒരു പന്ത് തട്ടിയിരുന്നു, ഒരു ഷോട്ട് തട്ടിയിരുന്നു. പക്ഷെ അത് റഫറി വിധിച്ചില്ല എന്നുള്ളതാണ്. മത്സരത്തിന്റെ 72-ാമത്തെ മിനിറ്റിൽ ഗോവ 2-ാം ഗോൾ നേടിക്കൊണ്ട് വിജയം ഉറപ്പിക്കുകയായിരുന്നു. ഗുവാറോച്ചനയുടെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു. അത് കമൽജിത്തിന്റെ കാലിന്റെ ഇടയിലൂടെയാണ് പോയത്. എന്നിട്ട് യാസിർ അത് ഫിനിഷ് ചെയ്ത് ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ 2 ഗോളുകളുടെ ഒരു വിജയമാണ് FC ഗോവ ഈ ഒരു മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിന് യോഗ്യത നേടുക എന്നുള്ളത് കഴിയാത്ത ഒരു കാര്യമാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. 21 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. 11 തോൽവികൾ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.